ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഗോതമ്പ് ദോശ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നോക്കാം. കറികളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു ഗോതമ്പ് ദോശയാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്കൊരു പെട്ടെന്ന് രാവിലത്തെ ജോലികളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് എങ്ങോട്ടേലും പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ദിവസം മടി പിടിച്ച ദിവസമാണെങ്കിലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഗോതമ്പ് ദോശയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തത്, ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി, അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല കൂടി ഞാൻ കൈകൊണ്ട് വെറുതെ ഒന്ന് പിച്ച് കീറി എടുത്തതാണ്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഗോതമ്പ് ദോശയിലേക്ക് സവാളയൊക്കെ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കനത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്തൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഒരു കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു കുഞ്ഞേ ക്യാരറ്റ് എടുത്തിട്ട് അതേപോലെ തന്നെ നീളത്തിൽ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക്. ഇതിപ്പോൾ വെറും ഉള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇല ആണെങ്കിലും മാത്രം മതി. എന്നാലും അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ക്യാരറ്റൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. പിന്നെ നമ്മളിത് കറികളൊന്നും കൂട്ടാതെ നമുക്കിത് കഴിക്കാനും പറ്റും. വേറെ ഒരു ചായയോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യമായ നമ്മുടെ ഈ വെജിറ്റബിളിലേക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. വേണ്ടോ, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചാൽ തന്നെ പെട്ടെന്ന് ഇത് വഴണ്ടി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശയ്ക്ക് കാണുമ്പോൾ ഒരു കളറും ഉണ്ടാവും, മഞ്ഞളൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് കളറായി കഴിഞ്ഞാൽ അത്ര ശരിയല്ല. ഇത് ലേശം ഒരു കളർ ചേഞ്ച് കണ്ടോ. ഇപ്പോൾ ഇതിങ്ങനെ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസിൽ തന്നെ നല്ലൊരു ചൊറുക്കില്ലേ കാണാൻ. ഇതാ ഞാൻ ലോ ഫ്ലെയിമിൽ ഇതൊരു 2 മിനിറ്റ് അടച്ച് വെക്കുകയാണ്. അപ്പം നമ്മുടെ സവാളയും ക്യാരറ്റും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതാ ഇപ്പം നമ്മളൊരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് അടച്ച് വെച്ചിട്ട്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല വരാന്ന് മുരിക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇതുണ്ടോ, ഇനി നമ്മളിത് ദോശമാവിലേക്ക് ചേർത്തിട്ട് വീണ്ടും കുക്ക് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നമ്മളിത് ഒരടുപ്പിൽ ഇതിങ്ങനെ വഴറ്റുന്ന നേരം കൊണ്ട് നമ്മൾ വേഗം കുറച്ച് ഗോതമ്പ് മാവ് നമുക്ക് എത്രയോ വേണ്ടത് വെച്ചാൽ എടുത്തിട്ട് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം ചൂടാറിയാൽ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഒന്ന് കലക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. നമ്മുടെ ക്യാരറ്റ് ഉള്ളിയൊക്കെ വാട്ടിയപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളടുത്ത് ഓരോരുത്തരടുത്ത് ഇരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് ലൂസാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് നമുക്കൊരു ഏകദേശം ഒരു കപ്പ് 1.5 കപ്പ് പൊടിക്ക് ഏകദേശം ഒരു 2 കപ്പ് വെള്ളമോളം വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ പൊടി കൂടെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വേണമെന്ന് തോന്നിയാൽ അപ്പോൾ വീണ്ടും ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴക്കുന്നതിൽ എളുപ്പത്തിൽ മിക്സിയിൽ നമുക്ക് സമയമില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ മിക്സിയിലും പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഗോതമ്പ് പൊടി പെട്ടെന്ന് അടിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടിത് കലക്കിയെടുക്കുക. ഇത് മതി, നമുക്ക് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഉണ്ടോ? എൻ്റെ ഈ പാത്രത്തിൽ ഇത് 2 കപ്പ് വെള്ളമാണ് കൊള്ളുന്നത്. അപ്പോൾ ഇതിൽ ഒരു 1/4 കപ്പ് വെള്ളമോളം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ 1.25 കപ്പ് വെള്ളം നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മൾ ഗോതമ്പ് പൊടി ഇതേപോലെ നല്ലൊരു ദോശമാവിൻ്റെ പരുവത്തിൽ ഇതേ കൺസിസ്റ്റൻസിയിൽ ഇതാ നമ്മളിവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഇതാ ചൂടാറാൻ വേണ്ടി എടുത്ത് വെച്ച വെജിറ്റബിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നമ്മൾ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെക്കാം. ഇപ്പോൾ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. ഒരുപാട് കനല്ലാതെ കുറച്ച് വലുതായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് ചുടുമ്പോൾ എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. നമ്മുടെ ദോശ പെട്ടെന്ന് ഉള്ളൊന്നും വെന്ത് കിട്ടൂല. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലേക്ക് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ചേർത്തിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിനിപ്പോൾ ഒരു ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശയുടെ ഒരു ഭാഗം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ച് എന്താ പറയുക, നമ്മൾ ആരോഗ്യമൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതേപോലെ വെളിച്ചെണ്ണ തന്നെയാക്കാരം നല്ലത്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ചുകൂടി നെയ്യ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും. നമുക്കിതൊന്ന് മറിച്ചിടാം. ഈ ഒരു ഭാഗം കൂടി ആയിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ മറിച്ചിട്ടാൽ മറ്റേ ഭാഗവും ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തിരിച്ചിടാം. കണ്ടോ, ആയിട്ടുണ്ട്.
നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു കണ്ടോ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആട്ടോ നമ്മുടെ ദോശ, കണ്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. നമ്മളിത് പരത്തി കൊടുക്കുമ്പോൾ നല്ല സൈഡൊക്കെ തീരെ കട്ടിയില്ലാതെ പരത്തി കൊടുക്കുക കേട്ടോ. ഇതാ അപ്പം നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, വളരെ ഈസിയും വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റും ആയ നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല സോഫ്റ്റാണ് നമ്മുടെ ഗോതമ്പ് ദോശ. കണ്ടോ, നമുക്ക് സമയമില്ലാത്ത സമയത്താണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ടെങ്കിലും പോണ സമയത്താണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മതിയായിരിക്കുന്നതാണെങ്കിലും നമുക്ക് ഇതേപോലെയൊക്കെ ഒരു ദോശ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഗോതമ്പ് ദോശ കഴിക്കാത്തവർക്ക് പോലും നല്ല ഇഷ്ടമുണ്ടാവും ഈ ഒരു നമ്മളിങ്ങനെ ഉണ്ടാക്കിയ ഗോതമ്പ് ദോശ. പിന്നെയും ചോദിച്ച് വാങ്ങി കഴിക്കുക, അത്രക്കും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.